ഹായ് അസ്സലാമു അലൈക്കും. അപ്പം നമുക്കിന്ന് കുട്ടി കേക്ക് ഉണ്ടാക്കിയാലോ? ശരിക്കും ഇതൊരു വെട്ട് കേക്കാണ്. പക്ഷേ പിള്ളേർക്ക് ഒരവധിക്കാലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ കുട്ടി കേക്കുകൾ ഉണ്ടാക്കി കൊടുക്കരുതില്ലേ? അപ്പോൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടന്ന് കഴിക്കാൻ പറ്റിയ ഒരു കേക്ക് ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 കിലോ മാവിന് 4 മുട്ട, 1 കിലോയ്ക്ക് 8 മുട്ട. ആ മുട്ടയുടെ വലിപ്പം അനുസരിച്ചാണ്. 8 മുട്ട ചിലപ്പോൾ ചേർക്കേണ്ടി വരത്തില്ല. അതിനൊരു ഐഡിയ ഉണ്ട്. ഞാനുണ്ടല്ലോ 4 മുട്ട ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചിട്ടേ മുട്ട ഒഴിക്കാവുള്ളൂ. ഞാനിപ്പം ചെയ്യുന്ന കണ്ടില്ലേ, അതേപോലെ ഒറ്റയടിക്ക് മുട്ട പൊട്ടിച്ച് മിക്സിയിലോട്ട് ഒഴിക്കരുത്. കാരണം ഈ ചൂട് കാരണം മുട്ട പെട്ടെന്ന് ചീത്തയായൊക്കെ പോവുകയില്ലേ. അപ്പോൾ കൂടുതൽ മുട്ട എന്ത് ഫുഡിനെടുത്താലും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ 2 നാടൻ മുട്ടയും 3 വലിയ മുട്ടയും അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ എന്നിട്ട് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത്, ഈ 4 മുട്ടയ്ക്ക് 250 ml 1 കപ്പ് പഞ്ചസാരയും 3-4 ഏലക്കായും കൂടി അതിലേക്ക് ചേർത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത്, പഞ്ചസാരയൊക്കെ നല്ലപോലെ അരഞ്ഞു വരുന്ന പോലെ ഒന്ന് അടിച്ചെടുത്ത്. അപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് മാവ് ആവശ്യത്തിന് മൈദയാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്കത് ചേർത്ത് കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. അളവ് അറിയാൻ വയ്യാതെയും ചെയ്താൽ ശരിയാകാതെ ഇരിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഇത് ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ്. മുട്ടയുടെ വലിപ്പം ഏറിയും കുറഞ്ഞും ഇരിക്കുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് 4 മുട്ട അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ മുട്ടയാണെങ്കിൽ 5 എണ്ണം എടുക്കാം. എന്നിട്ട് മിക്സിയിലേക്ക് ഞാൻ പഞ്ചസാരയും ഏലക്കായും ചേർത്ത് അടിച്ചെടുത്തിട്ട് കുറച്ച് മാവെടുത്തിട്ട് അതിന് അനുസരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുത്താണ് ഞാൻ മാവ് കുഴച്ചെടുത്തത്. അതല്ലെങ്കിൽ ഒറ്റ കണക്കെന്ന് പറഞ്ഞാൽ 1 കിലോ മാവിന് 8 മുട്ട അങ്ങനെയാണ്. അപ്പം അത് ഒറ്റയടിക്ക് ചിലപ്പം ഇങ്ങനെ വെള്ളം കൂടിയതുപോലെയോ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായിട്ടോ അങ്ങനെ ഇരിക്കും മുട്ടയുടെ വലിപ്പം അനുസരിച്ച്. ഇപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഈ മുട്ട 4 എണ്ണം എടുത്ത് അല്ലെങ്കിൽ 5 എണ്ണം എടുത്ത് മിക്സിയിലിട്ട് 250 ml. അപ്പോൾ അത് പഞ്ചസാര എനിക്ക് കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര, അതൊരു ഏകദേശം ഈ മാവിന് മൈദയ്ക്ക് കറക്റ്റായിരുന്നേ. 4 മുട്ടയുടെ മാവിന് കറക്റ്റാണ് 1/4 കിലോ പഞ്ചസാര. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ മുട്ട മാക്സിമം മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടെ അടിച്ചത് മൈദയിലേക്ക് മിക്സ് ചെയ്ത് കുറേശ്ശെ കൊടുക്കണം. നമ്മുടെ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവം പോലെ കുഴച്ചെടുക്കണം. എന്നാൽ കുറച്ചൊന്ന് ഹാർഡായിട്ടിരുന്നാലും നല്ലതാണ്. ഒരുപാട് അങ്ങ് ലൂസായി പോവരുത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് ചപ്പാത്തിയുടെ പരുവത്തിൽ ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അയച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ അത്രയും മുട്ടയും പഞ്ചസാരയും ചേർത്തപ്പം കുറച്ചൊരു ലൂസായിട്ട്, അപ്പം ഞാൻ കുറച്ചുകൂടെ മൈദ ഇട്ട് കൊടുത്തു. ഇപ്പം മനസ്സിലായോ? ആ ഒരു കണക്കനുസരിച്ച് ഇടാവുള്ളൂ. അപ്പം മൈദയും മുട്ടയും കുറേശ്ശെ ചേർത്ത് ഞാൻ മാവ് കുഴച്ചെടുത്ത്. അപ്പോൾ ആർക്കും തെറ്റിപ്പോകത്തില്ലേ. ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കണക്ക് കറക്റ്റായിരിക്കും. നമുക്ക് ആ എടുത്ത് വരുമ്പം ചപ്പാത്തിയുടെ പരുവം എല്ലാവർക്കും ഓൾറെഡി അറിയാമല്ലോ. അപ്പം ആ ഒരു രീതിക്ക് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അയച്ച് നല്ലപോലെ ചപ്പാത്തിക്ക് അയക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് എണ്ണ കയ്യിൽ തൂത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാവേ. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഞാൻ മാവൊന്ന് നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി, ഈ ഒരു പരുവത്തിൽ നല്ലപോലെ അയച്ചെടുക്കണം. കുട്ടിക്കാലത്തൊക്കെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നുന്ന ഒരു കേക്ക് ഇതൊക്കെയല്ലേ, വെട്ട് കേക്ക്. ഇങ്ങനെ കടയിലൊക്കെ കിട്ടുമ്പോൾ ഒരു മഞ്ഞ കളറിലിരിക്കുമ്പോൾ കാണാനും നല്ല രസമല്ലേ, കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ എന്ന് വെച്ചാൽ ഈ ഒരു കട്ടിയിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് പിച്ചാത്തി വെച്ച് ഇങ്ങനെ ഒന്ന് മുറിച്ച് നല്ലപോലെ ഒന്ന് മുറിച്ച് ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഇങ്ങനെ ഒന്ന് മുറിച്ച് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ട് പിന്നെ വീണ്ടും ഒന്ന് സ്ക്വയർ ആവുന്ന പോലെ ഒന്ന് മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിലില്ലേ, അങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് നടുക്കൊരു വെട്ട്
ഇട്ട് കൊടുക്കണം. അതിനാണ് വെട്ട് കേക്ക് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. ശരിക്കും ഈ പണി എപ്പോഴും എൻ്റെ മക്കളാണ് ചെയ്യുന്നത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ദിവസം ഇങ്ങനെ കൂടെ അടുക്കളയിലൊക്കെ ഇങ്ങനെ നിൽക്കും. അതുപോലെ അവർക്കത് ഇഷ്ടമാണ് ചെയ്യാനിങ്ങനെ മുറിക്കാനൊക്കെ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ. ശരിക്കും അവന് അതിനൊരു നിക്കർ കേക്ക് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം നടുക്ക് അതിനൊരു കാല് പോലെ 2 കാല് പോലെയൊക്കെ വരുമ്പം അങ്ങനെ ഒരു ഷേപ്പ് വരുമല്ലോ ഉമ്മി എന്നൊക്കെ പറയും. അങ്ങനെ മോന് ഭയങ്കര ഒരു കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതാ ഞാനിതെല്ലാം ഇങ്ങനെ ഒന്ന് വെട്ടി ചെയ്ത് കൊടുക്കുന്നു. കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു കറക്റ്റ് അളവിനൊന്നും അല്ല ഞാൻ വിട്ട് ആക്കുന്നത്. എന്നിട്ട് നടുക്കിങ്ങനെ സെൻറ്ററിലൊരു വെട്ട് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ വേകാൻ വേണ്ടിയാണ്. അകമൊക്കെ നല്ലപോലെ ഒന്ന് പിന്നെ വെന്ത് കിട്ടാൻ വേണ്ടി. അങ്ങനെ അങ്ങ് വിട്ട് പോകരുത്. ജസ്റ്റ് ഒരു വെട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ട അങ്ങനെ ഒന്ന് വെട്ട് ചെയ്ത് ശരിക്കും ചെറിയ ഒട്ടലുണ്ടാവും. കാരണം പഞ്ചസാര അതിൽ ആഡ് ചെയ്തേക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒട്ടും. ഒരുപാട് പൊടി ഇടാനും പാടില്ല. കാരണം ആ പൊടി നമ്മുടെ എണ്ണയിൽ കരിഞ്ഞ് വല്ലാതായിപ്പോവും. കേക്ക് വേകാതെയും പുറം കരിഞ്ഞു ആയിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി ഒരു ഒട്ടൽ വന്നാലും സാരമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു കട്ടിയിൽ. അപ്പോൾ വലിയ കേക്കായിട്ടും ഉണ്ടാക്കും. ഇതിങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന കഴിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ചെറിയ കേക്കാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണ്. അപ്പോൾ വലിയ കേക്ക് നമ്മൾ ചായക്കടയിലൊക്കെ മഞ്ഞ കളറിലിരിക്കുമല്ലോ, അത് മഞ്ഞ കളറൊക്കെ ചേർത്തിട്ടാണ്. ഞാൻ മഞ്ഞ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. മഞ്ഞപ്പൊടിയും ഇടരുത് മഞ്ഞ കളറിന് വേണ്ടി. അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. മുട്ടയുടെ ആ മഞ്ഞ മാത്രമേ ഇതിലുള്ളൂ. നാടൻ മുട്ട ഒരു 2 എണ്ണം ഉണ്ടായിരുന്നതാണ് ആ കളറ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ കളറ് നിങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ഇടാതിരിക്കുന്നത് നല്ലത്. കാരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. ഇതൊക്കെയല്ലേ നാടൻ ഫുഡ്. നല്ല വെളിച്ചെണ്ണയിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വറുത്ത് കൊടുത്താൽ ഒരുപാട് ബേക്കറി സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിങ്ങനെ കുഞ്ഞ് കേക്കായിട്ടുള്ളത് അത് എണ്ണയിലോട്ട് ഓരോന്നോരോന്ന് പറക്കിയിട്ട് പുറം ഒരു ഗോൾഡൻ ഒരു ബ്രൗൺ വരുന്ന ആ ഒരു ഷെയ്ഡ് ആവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എന്നിട്ട് അതൊന്ന് എന്തായാലും ഒരു മുരിഞ്ഞ് വരും കേട്ടോ. ഉടനെ അങ്ങ് ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. ഒരു കുറച്ചൊന്ന് തണുക്കുമ്പോഴാണ് അതിൻ്റെ പുറം ക്രിസ്പി ആയിട്ടും അകം നല്ല സ്പോഞ്ച് പോലെയും ഇരിക്കുന്നത്. നമ്മൾ സാധാ കേക്ക് കടയിൽ നിന്ന് കിട്ടുകയില്ലേ, ആ ഒരു രീതിക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരുപാടങ്ങ് ഗോൾഡൻ കളറാകാൻ നിൽക്കരുത്. കാരണം അത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് പിന്നെ കളറ് മാറുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി നമുക്ക് ഏതെങ്കിലും എണ്ണ വാലാൻ. കാരണം ഒരുപാട് എണ്ണ വേണ്ട. ഇതിന് എണ്ണ കുടിക്കാറേ ഇല്ല. ഈ കേക്കിന് കുറച്ച് എണ്ണ മതി. അപ്പോൾ എല്ലാവരും ഈ ഒരു പരുവം ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാടങ്ങ് മൂത്ത് പോകാതെ കോരി മാറ്റി വെക്കണം അന്നേരം. അപ്പോൾ ചൂടാറുമ്പം കറക്റ്റ് പരുവമായിരിക്കും. നല്ല ടേസ്റ്റുമായിരിക്കും. ഏലക്കാടയും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം ഞാൻ മാവ് കുഴച്ചപ്പം പിന്നെ സോഡാപ്പൊടി ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതിൽ. അപ്പം ഒരുപാട് സോഡാപ്പൊടി ആയി പോകരുത്. ടേസ്റ്റ് മാറിപ്പോവും. അതിൻ്റെ ടേസ്റ്റ് ഈ സോഡാപ്പൊടിയുടെ ടേസ്റ്റ് വരും. ചെറിയ അളവിൽ സോഡാപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ 1 കിലോ മാവിന് 1/4 സ്പൂൺ സോഡാപ്പൊടി മതി കേട്ടോ. 1/4 സ്പൂൺ, ചെറിയ സ്പൂണിന് 1/4 സ്പൂൺ. അപ്പോൾ അതാ ഞാൻ എല്ലാം വീണ്ടും കുറച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ പൊരിച്ചെടുത്തത്. കാരണം ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള എണ്ണ കാണും. അത് കാരണം ഇത് അബ്സോർബ് ചെയ്യത്തില്ല എണ്ണ. കേക്കിന് കുറച്ച് എണ്ണ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വെക്കേഷന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒക്കെ മറക്കാതെ ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്നെ ഈ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ. ഇനിയും നല്ല വീഡിയോസുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.